വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കും. ഉത്തർപ്രദേശിലെ ലഖിംപൂരിൽ ബി.ജെ.പി. കേന്ദ്രമന്ത്രിയുടെ മകൻ കർഷകർക്ക് നേരെ മനഃപൂർവ്വം വാഹനമിടിച്ചു കയറ്റുകയും നിരപരാധികളായ 4 കർഷകർ കൊല്ലപ്പെടുകയും ചെയ്ത സംഭവത്തിന്റെ ഞെട്ടൽ മാറുന്നതിനു മുമ്പേ സമാനമായൊരു മറ്റൊരു വാർത്ത കൂടി വരികയാണ് ഹരിയാനയിൽ നിന്നും. ഹരിയാനയിലും സമരം ചെയ്യുന്ന കർഷകർക്ക് നേരെ ബി.ജെ.പി. എം.പി. വാഹനം ഇടിച്ചു കയറ്റിയിരിക്കുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ഹരിയാനയിലെ അംബാല എന്ന സ്ഥലത്ത് വെച്ചാണ് കർഷക നിയമത്തിനെതിരെ സമരം ചെയ്യുന്ന കർഷകർക്കെതിരെ ബി.ജെ.പി. എം.പിയുടെ വാഹനം ഇടിച്ചു കയറിയത്. ബി.ജെ.പി. എം.പി. നയബ് സൈനിയുടെ വാഹനമാണ് സമരം ചെയ്യുന്ന കർഷകർക്കുമേൽ ഇടിച്ചു കയറിയത്. സംഭവത്തിൽ ഒരു കർഷകന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പരിക്കേറ്റ കർഷകനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സമരം ചെയ്യുന്ന കർഷകർക്ക് സമീപത്തു കൂടി പോകുകയായിരുന്ന എം.പിയുടെ വാഹനം തന്നെ ഇടിച്ചു കയറ്റുകയായിരുന്നു എന്നാണ് പരിക്കേറ്റ കർഷകൻ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഹരിയാനയിലെ കുരുക്ഷേത്ര മണ്ഡലത്തിൽ നിന്നുള്ള ബി.ജെ.പി. എം.പിയാണ് നയബ് സൈനി. നയബ് സൈനിയും സംസ്ഥാന ഖനി വകുപ്പ് മന്ത്രി മുൽചന്ദ് ശർമ്മയും മറ്റു നേതാക്കളും അംബാലയിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നതായിരുന്നു. ഈ പരിപാടി പങ്കെടുക്കാൻ വന്ന സ്ഥലത്ത് കർഷക നിയമത്തിനെതിരെ ഇവിടെ ദിവസങ്ങളായി കർഷകർ സമരം ചെയ്യുകയാണ്. ഇത്തരത്തിൽ ഈ സ്ഥലത്ത് പരിപാടിക്കെത്തിയ ബി.ജെ.പി. എം.പി. പരിപാടി കഴിഞ്ഞ് മടങ്ങവെയാണ് കർഷക സമരത്തിന് നേരെ വാഹനം ഇടിച്ചു കയറ്റിയത് എന്നാണ് കർഷകർ പറയുന്നത്. നേരത്തെ ഉത്തർപ്രദേശിലെ ലഖിംപൂരിൽ കർഷക സമരത്തിന് നേരെ കേന്ദ്രമന്ത്രിയുടെ മകന്റെ വാഹനം ഇടിച്ചു കയറ്റി 4 കർഷകർ കൊല്ലപ്പെട്ടിരുന്നു. സംഭവത്തിൽ രാജ്യവ്യാപകമായി പ്രതിഷേധം കനക്കുന്നതിനിടയിലാണ് ഹരിയാനയിലും സമാനമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇത്തരത്തിൽ കർഷകർക്ക് നേരെ നിരന്തരം ഒരേ മോഡലിൽ അക്രമം നടക്കുമ്പോൾ അത് കർഷകരെ ഉന്മൂലനം ചെയ്യാനുള്ള ആസൂത്രിത നീക്കമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ലഖിംപൂരിൽ ബി.ജെ.പി. കേന്ദ്രമന്ത്രിയുടെ മകന്റെ വാഹനമാണ് കർഷകർക്കുമേൽ ഇടിച്ചു കയറിയത്. സംഭവ സ്ഥലത്ത് കേന്ദ്രമന്ത്രിയുടെ മകനായ ആശിഷ് മിശ്ര വാഹനത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് കർഷകർ ഉറപ്പിച്ചു പറയുന്നത്. അതേപോലെ വാഹനത്തിൽ ആശിഷ് മിശ്ര ഉണ്ടായിരുന്നു എന്ന് കൂടെയുണ്ടായിരുന്നു ഒരാൾ പറയുന്ന വീഡിയോയും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ഇതിനു പിന്നാലെയാണ് ഹരിയാനയിലും ഒരു ബി.ജെ.പി. എം.പിയുടെ വാഹനം കർഷക പ്രതിഷേധത്തിന് നേരെ ഇടിച്ചു കയറുന്നതും ഒരു കർഷകന് ഗുരുതരമായി പരിക്കേൽക്കുന്നതും. ലഖിംപൂരിലേതുപോലെ ഇപ്പോൾ ഹരിയാനയിലും വളരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ കർഷകരുടെ ഭാഗത്ത് നിന്ന് ഉയരുകയാണ്. നേരത്തെ ഹരിയാന മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടർ തന്റെ അണികളോട് കർഷകരെ ആക്രമിക്കാൻ പ്രചോദിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസംഗം നടത്തിയതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ഇത്തരത്തിൽ ഹരിയാന മുഖ്യമന്ത്രി കർഷകരെ ആക്രമിക്കാൻ പ്രവർത്തകരോട് ആഹ്വാനം ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് ഹരിയാനയിൽ നിന്നുള്ള ഒരു ബി.ജെ.പി. എം.പി. തന്റെ വാഹനം കർഷക സമരത്തിന് മേൽ ഇടിച്ചു കയറ്റുന്നതും അതിൽ ഒരു കർഷകന് ഗുരുതരമായി പരിക്കേൽക്കുന്നതും. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.